പ്രസവലക്ഷണം കേട്ടോ. ആടിനെ പ്രസവിക്കാണ്ട് രാവിലെ തന്നെ മുലയിലൊക്കെ പാലിറങ്ങിന്. മുലവിളി തന്നെ. മുണ്ടാതൊന്നും ഇങ്ങനെ കണ്ടാൽ ശീലകളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ആടുകളൊന്നും ഇങ്ങനെ നൊലൊളിച്ചില്ല കേട്ടോ. ഈ ആടിന് എന്താണാവും ഭയങ്കര നൊലൂല്. ചില ആടുകളൊക്കെ ഞങ്ങൾ പ്രസവിച്ചിട്ടാണ് കാണല്. പ്രസവരക്ഷണമൊക്കെ കണ്ടാൽ പിന്നെ ശീലകളും പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ എന്തെങ്കിലും ഒരു ചാക്കായാലും ആടിനൊക്കെ നല്ലതാണ്. കുട്ടിയെ കിടത്താനുള്ള തൊട്ടിലി ശീലമൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയ ശീലകളും ഒരു ചാക്ക് കത്തിയുണ്ട്. ചോറ് കുട്ടികളുണ്ടാവില്ല. അതിൽ വേറെ ഒന്നാമത്തെ ലക്ഷണം അതൊക്കെ വന്നു പാലിന് മുലയ്ക്കൊക്കെ പാലിറങ്ങി. ഇന്ന് രാവിലെ അങ്ങനെ തന്നെ. ഇതൊക്കെയാണ് ആടിൻ്റെ പ്രസവ ലക്ഷണം. എപ്പോഴും നനച്ചു കൊടുക്കും. നൊലൊളിച്ചണ്ട കേട്ടാ. നൊലൊളിച്ചണ്ട കേട്ടാ. ഏകദേശം കുട്ടി പോരാനായപ്പോൾ ആട് കടന്നിക്കാൻ കേട്ടോ. അധികം ആടുകളങ്ങനെ കടക്കലാണ്. ചിലയിട്ട് നിന്നും പ്രസവിക്കും. അതുകൊണ്ട കുട്ടി പോരുന്നു. കുട്ടി പോന്നാൽ ഉടനെ ഇങ്ങനെ മുഖം തോത്തി കൊടുക്കണം. നമ്മൾ സീലൊക്കെ വിരിച്ചിട്ടായിരിക്കും. നല്ല ആട് കടന്നു. ചില ദിവസം ആട് പ്രസവിച്ചപ്പോൾ ഞങ്ങൾ കാണലുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചിൽ. അതിലൊക്കെ കൈകൾ നോക്കട്ടെ. മറക് വീണിട്ടില്ല. മറുകണമെങ്കിൽ കുറേ നേരം കഴിയണം. സുഖമല്ല. വീഡിയോ ഒക്കെ മുഴുവനായി എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ആടിൻ്റെ അകിടും വെക്കുന്ന കഴുകി സാറാക്കി ആടിൻ്റെ ആകെ കറുപ്പായി ഒന്ന് കഴിക്കണം. വെള്ളം പിടിച്ച് ആദ്യം പറ്റത് നീച്ചക്കൽ തുടങ്ങിയത്. പാലുടിച്ചാനൊക്കെ തരിയുന്നുണ്ട്. ആദ്യം പറ്റത് അത് നാളൊക്കെ ശരിയായിരിക്കും. മറ്റേ നീച്ചൽ തുടങ്ങിയില്ല. മാഷാ അല്ലാ തബാറക്കല്ലാ. എല്ലാം നക്കിക്കോ. രണ്ടാളെയും നക്കിക്കോ. ആടാൾ ഇങ്ങനെ നക്കുമ്പം കുട്ടികളെ നക്കി തോത്തുമ്പം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ചില ആടാളായിട്ടുണ്ട് പൂക്കൾ കൂടി അടക്കം നക്കി തോത്തി തിന്നു. അങ്ങനെ ആയിട്ട് പിന്നെ അണുബാധയൊക്കെ ഉണ്ടായി കുട്ടികളെ ചാകാൻ സാധ്യത. ചില ആടുകൾ നക്കി ആ പൂക്കൾ കൂടി ഫുള്ള് നക്കി തിന്നു. അങ്ങനെ അയക്കരുത്. നമ്മളിങ്ങനെ നക്കിയാൽ പൂക്കൾ കൂടി മെത്തും കാട്ടാൻ അയക്കലില്ല. ദിവസം കടികളൊക്കെ ഉണ്ട് കേട്ടോ. പാലൊക്കെ കൊടുപ്പിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളൊക്കെ സ്വന്തം മറ്റയാളോ നീച്ചൽ തുടങ്ങിയിരിക്കണം. ആരാണ് ആ വണ്ടിൻ്റെ ഉള്ളില്? കൊട്ടയെന്നൊക്കെ പുറത്തേക്ക് ചാടി പാലൊടിച്ചാൽ നേരെ വൈകി.
മറുകൊക്കെ വീണ് കഴുകിയിട്ടാണ് ഞങ്ങൾ പാല് കൊടുക്കൽ കേട്ടോ. മടലോ ചക്ക ഇടുന്നു, ചക്ക മടല്. ഇവിടെ ഇപ്പം ഉണ്ടായ കുട്ടികളൊക്കെ കുട്ടപ്പന്മാരാട്ടോ. ഒരൊറ്റ പെൺകുട്ടിയുള്ളൂ, അല്ലാത്തതൊക്കെ മറുകുണ്ടോ. മറുകിൻ്റെ അടൻ്റെ മറുക് വീണതാണ് കേട്ടോ. കുഴിച്ചിടണം. എന്താ എനിക്കൊരു തലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. പൊട്ടൻ കടി ഈ ചലിച്ചുണ്ടോ? എന്താ വെളിച്ചെണ്ണ തരാം. പിടിച്ചാതെ ചടിക്കൂല്ലേ. ഇത് ഞാടിന് ഇട്ട് കൊടുക്കാൻ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ പൊടിച്ചൊക്കെ ഉണ്ടിരുന്നു തോന്നുന്നുണ്ട്. പൊടിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക. പ്രസവം കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക, നല്ല കഞ്ഞി വെച്ച് കൊടുക്കുക പച്ചരിട്ട്. ഇതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യണത്. നല്ല ചൂടുള്ള പച്ചരിട്ട് കഞ്ഞി വെച്ച് കൊടുക്കുക. കുറച്ച് ദിവസം 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കൊടുക്കുക. അപ്പോൾ അല്ലല്ല കൊടുക്കല്ല, അരിയാറൊക്കെ വേണമെങ്കിൽ കൊടുക്കുക. അരിയാറിൻ്റെ പൊടിയൊക്കെ ഞങ്ങൾ കൊടുക്കലുണ്ട്, കലക്കി കൊടുക്കും. നല്ലതാണ്. പിന്നെ വിരക്കുളി കൊടുക്കുക. വെളിച്ചെണ്ണ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. കടലപ്പിണ്ണാക്കും ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നല്ല കഞ്ഞി വെച്ചു. മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് ഉപ്പ് ഇട്ടതാണ് കേട്ടോ. പച്ചരിയാണ്, വല്ലാതെ വറ്റിട്ടിട്ടില്ല, തോന വെള്ളമാണ്. പക്ഷേ അത് ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്.